സബ്ഫൈലം യൂണിറാമിയ ജനറൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സെഷനിൽ സബ്ഫൈലം യൂണിറാമിയ അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് പാർട്ടുമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. യൂണിറാമിയ എന്ന് പറയുന്ന സബ്ഫൈലത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഓർഗാനിസംസ് ആണ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഹെക്സാപോഡ്സ്, പിന്നെ ഉള്ളത് സെൻറ്റിപിഡ്സ്, മില്ലിപിഡ്സ്, റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെയാണ്. അപ്പോൾ ഇവയുടെ ജനറൽ ഫീച്ചേഴ്സ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അനലൈസ് ചെയ്യാം. ദേ ആർ ആർത്രോപോഡ്സ് വിത്ത് ആൻ എക്സോസ്കെലിറ്റൺ ആൻഡ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അപ്പോൾ അവയ്ക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ആർത്രോപോഡ്സിൻ്റെ യുണീക്ക് ഫീച്ചർ ആയിട്ടുള്ള ഒരു എക്സോസ്കെലിറ്റൺ ബോഡി കവറിങ് ഉണ്ടായിരിക്കും. പിന്നെ അവയുടെ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ജോയിൻറ്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ്. പലതരത്തിലുള്ള പോഡോമിയേഴ്സ് കൊണ്ടാണ് ഈ അപ്പൻഡേജസ് ഉണ്ടായിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിന് യൂണിറാമിയ എന്ന് വിളിക്കാനുള്ള കാരണം, അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം, ദേ പൊസസ് യൂണിറാമസ് അപ്പൻഡേജസ്. യൂണിറാമസ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസിനെ നോക്കുക. ഇവിടെ ഒരു ആൻറ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻറ്റിപിഡിനെ കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഒരു സിംഗിൾ ബ്രാഞ്ച് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് രണ്ട് ബ്രാഞ്ചസ് ഒന്നും കാണത്തില്ല. അങ്ങനെ രണ്ട് ബ്രാഞ്ചസ് ഉള്ള അപ്പൻഡേജസിന് പറയുന്ന പേരാണ് ബൈറാമസ് അപ്പൻഡേജസ്. അത് ക്രസ്റ്റേഷ്യ എന്ന് പറയുന്ന സബ്ഫൈലത്തിൽ ഒരു യുണീക്ക് ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനകത്ത് തന്നെ മലക്കോസ്ട്രാക്ക, പ്രോൺസ്, ഷ്രിംസ്, ക്രാബ്, ലോബ്സ്റ്റർ ഇതുപോലുള്ള ഓർഗാനിസംസിലൊക്കെ ബൈറാമസ് അപ്പൻഡേജസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ബേസിൽ നിന്നൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് തുടങ്ങി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ അപ്പൻഡേജ് നോക്കുവാണെങ്കിൽ അതിനകത്ത് മൾട്ടി സെഗ്മെൻറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അതിന് വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ല. ഒറ്റ സ്ട്രക്ചറായിട്ടാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അപ്പൻഡേജസ് ആണ് യൂണിറാമസ് അപ്പൻഡേജസ്. അപ്പോൾ യൂണിറാമസ് അപ്പൻഡേജസ് ഉള്ള ആർത്രോപോഡ്സ് ആണ് യൂണിറാമിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഇൻസെക്ട്സ്, സെൻറ്റിപിഡ്സ്, മില്ലിപിഡ്സ്. ദെൻ അവയുടെ ബോഡി രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസെക്ട്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ കാണും, തൊറാക്സ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, ദെൻ അബ്ഡോമൻ. ഇപ്പോൾ ഇവിടെ ഇൻസെക്ട്സിൻ്റെ ബോഡി ഓർഗനൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഹെഡ് റീജിയൻ, ദെൻ തൊറാക്സ് റീജിയൻ, ദെൻ അബ്ഡോമൻ റീജിയൻ. ഹെഡ് റീജിയനിലാണ് അതിൻ്റെ നെർവസ് സിസ്റ്റം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ സെൻസറി ഓർഗനായിട്ടുള്ള കോമ്പൗണ്ട് ഐസ്, പിന്നെ ഡോർസൽ ഓസെല്ലൈ ഒക്കെ ഈ ഹെഡ് റീജിയനിൽ കാണും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിനെ എന്ന് പറയുന്ന സിഫാലിക് അപ്പൻഡേജസ് ഉണ്ടായിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സിഫാലിക് അപ്പൻഡേജസ് പലതും എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള വോക്കിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന അപ്പൻഡേജസ് വരുന്നത് തൊറാക്സ് റീജിയനിലാണ്. പിന്നെ വിങ് ഉള്ള ഇൻസെക്ട്സ് ആണെങ്കിൽ ആ വിങ്ങും വരുന്നത് തൊറാസിക് റീജിയനിലാണ്. അബ്ഡോമൻ നോക്കുകയാണെങ്കിൽ അപ്പൻഡേജസ് ഒന്നും കാണത്തില്ല, പക്ഷേ അതിനകത്ത് ഒന്നിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി സെൻറ്റിപിഡ്സ്, മില്ലിപിഡ്സ് ഇവയുടെയൊക്കെ ബോഡി നോക്കുകയാണെങ്കിൽ രണ്ട് പോർഷൻസ് ആണ് ബോഡിക്കുള്ളത്, ഹെഡും അതുപോലെ തന്നെ ട്രങ്കും. ഇപ്പോൾ ഇവിടെ മില്ലിപിഡിൻ്റെയും സെൻറ്റിപിഡിൻ്റെയും ബോഡി ഓർഗനൈസേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൻറ്റീരിയർ പോർഷൻ സിഫലൈസേഷനുള്ള ആ പർട്ടിക്കുലർ റീജിയനാണ് ഹെഡ്. ബാക്കി റിമൈനിങ് പോർഷനെല്ലാം ട്രങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് മൾട്ടി സെഗ്മെൻറ്റഡ് ആണ്. ആ സെഗ്മെൻറ്റ്സിൽ അപ്പൻഡേജസ് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ മില്ലിപിഡ്സിലാണെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ രണ്ട് പെയർ അപ്പൻഡേജസ് ആണ് വരുന്നത്. ഇനി സെൻറ്റിപിഡിലാണെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ ഒരു പെയർ അപ്പൻഡേജ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഹെഡ് റീജിയനിൽ സിഫാലിക് അപ്പൻഡേജസ് എക്സിസ്റ്റ് ചെയ്യും. ഹെഡ് റീജിയനിൽ വരുന്ന ജോയിൻറ്റഡ് അപ്പൻഡേജസിന് പറയുന്ന പേരാണ് സിഫാലിക് അപ്പൻഡേജസ്. അപ്പോൾ അത് പല കാറ്റഗറി ഉണ്ട്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് ആൻറ്റിനെ എന്ന് പറയുന്നത്. ഒരു പെയർ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കോളിയോപ്റ്ററൻ ബീറ്റിലിനെ കാണാൻ സാധിക്കും. ആ ബീറ്റിലിൻ്റെ ഹെഡ് റീജിയനിൽ മൾട്ടി സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പെയർ ആൻറ്റിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസിനെ സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. സെൻസറി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ ഉള്ളത് മാൻഡിബിൾ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അതായത് ചെലിസിറേറ്റ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പിനകത്ത് ചെലിസിറേ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്, അതേപോലെ തന്നെ ഈ യൂണിറാമിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് മാൻഡിബിൾസ് എന്ന് പറയുന്നത്. അതൊരു പെയർ കാണും, ഒരു മൗത്ത് പാർട്ടാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് മെറ്റീരിയൽസിനെ പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ മാസ്റ്റിക്കേഷൻ പ്രോസസ്സ്
പർട്ടിക്കുലർ സ്ട്രക്ചർ വഴിയാണ് നടക്കുന്നത്. അപ്പം ഫുഡിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സ്ട്രക്ചറാണ് മാൻഡിബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ആൻഡിൻ്റെ മാൻഡിബിൾസ് ആണ് ഇവിടെ പോയിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈലി സെറേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ആൻഡ് ബൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡിനെ അതിന് മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഫുഡിനെ ചെറിയ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. മാസ്റ്റിക്കേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫൻസിന് വേണ്ടിയിട്ടും ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് മാക്സിലെ എന്ന് പറയുന്ന സിഫാലിക് അപ്പൻഡേജസ് ആണ്. അത് ഒരു പെയർ അല്ലെങ്കിൽ 2 പെയറൊക്കെ എക്സിസ്റ്റ് ചെയ്യും. മാക്സില എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മൗത്ത് പാർട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ മൗത്ത് പാർട്ട് ഉപയോഗിച്ചിട്ട് ഇതിന് ഫുഡ് മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഫുഡിൻ്റെ ട്രാൻസ്ഫർ മൗത്തിലേക്ക് വളരെ ഈസി ആക്കുന്ന ഒരു മൗത്ത് പാർട്ടാണ് അല്ലെങ്കിൽ സിഫാലിക് അപ്പൻഡേജ് ആണ് മാക്സില എന്നുള്ളതാണ് സിംഗുലർ. ഇതൊക്കെയാണ് അവയുടെ സിഫാലിക് അപ്പൻഡേജസ്. ആൻറ്റിനെ ഒരു പെയർ, ദെൻ മാൻഡിബിൾസ് ഒരു പെയർ എക്സിസ്റ്റ് ചെയ്യും, ദെൻ മാക്സിലെ 1 or 2 പെയർസ്. ഇനി ഇവിടെ വിഷ്വൽ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസ് ചിലപ്പോൾ കാണും. അപ്പോൾ ഇൻസെക്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഐസ് ഉപയോഗിച്ചിട്ടാണ് അവയിൽ വിഷൻ സാധ്യമാകുന്നത്. പിന്നെ ഓസെല്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ ചിലപ്പോൾ കാണും. കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നതിൽ വളരെ സിമ്പിൾ ഐസ് ആയിട്ടുള്ള ഒമാറ്റീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിൻ്റെ ഒരു അസംബ്ലേജ് ആണ്. അപ്പോൾ മൊസൈക്ക് വിഷൻ സാധ്യമാക്കുന്ന ഒരു ഐ ആണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ഇൻസെക്റ്റിൻ്റെ ഐ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടി യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ലെൻസ് യൂണിറ്റ്, ദെൻ സെൻസറി യൂണിറ്റ് എല്ലാമുള്ള ഒന്നിൽ കൂടുതൽ സിമ്പിൾ ഐസ് കാണും. ആ സിമ്പിൾ ഐസിന് പറയുന്ന പേരാണ് ഒമാറ്റീഡിയം, പ്ലൂറൽ ഒമാറ്റീഡിയ. അപ്പോൾ ഒമാറ്റീഡിയ കൊണ്ട് ഉണ്ടായിരിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഫോമാണ് കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്ട്സിലൊക്കെ കോമ്പൗണ്ട് ഐസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഓസെല്ലൈ എന്ന് പറയുന്ന സിമ്പിൾ ഐസും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻസെക്ട്സിൻ്റെ ഡോർസൽ ഓസെല്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. വാസ്പ് പോലെയുള്ള ഓർഗാനിസത്തിൽ അതിൻ്റെ ഹെഡിൻ്റെ ഡോർസൽ പ്രൊഫൈലിൽ ഇങ്ങനെ 3 ഓസെല്ലൈ എക്സിസ്റ്റ് ചെയ്യും. ഒരെണ്ണം മീഡിയൻ, 2 ലാറ്ററൽ. അപ്പോൾ ഇത് കോമ്പൗണ്ട് ഐസിൻ്റെ വിഷ്വൽ പെർസെപ്ഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മെക്കാനിസത്തെക്കുറിച്ച് ഇപ്പോഴും ഡിസ്പ്യൂട്ട് ഉണ്ട്, എങ്ങനെയാണ് ഇത് വിഷ്വൽ സെൻസേഷനെ സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ച്. എന്നാലും വിഷ്വൽ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻസറി ഓർഗനാണ് ഈ ഓസെല്ലൈ എന്ന് പറയുന്നത്. ഇതിനെ സിമ്പിൾ ഐ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിഷൻ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇനി മില്ലിപിഡ്സ് പോലെയുള്ള ഓർഗാനിസംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവയിലും കാണുന്നത് ഈ ഓസെല്ലൈ എന്ന് പറയുന്ന സിമ്പിൾ ഐസ് ആണ്. മില്ലിപിഡ്സിൻ്റെ വിഷൻ എന്ന് പറയുന്നത് നോൺ എക്സിസ്റ്റൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രയ്ക്കും സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഒരു വിഷനാണ് മില്ലിപിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഹൈ ഡിഗ്രി വിഷൻ കേപ്പബിലിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ ഓസെല്ലൈക്ക് പകരം അവിടെ കോമ്പൗണ്ട് ഐസ് വന്നേനെ. പക്ഷേ ഇവയ്ക്ക് അങ്ങനെയല്ല, ഓസെല്ലൈ എന്ന് പറയുന്ന സിമ്പിൾ ഐസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസെക്ട്സിലാണെങ്കിൽ കോമ്പൗണ്ട് ഐസും ഓസെല്ലയും ഒരുമിച്ച് ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യും. ഇനി മില്ലിപിഡ്സ് പോലെയുള്ള ഓർഗാനിസംസിലാണെങ്കിൽ സിമ്പിൾ ഐസ് ആയിട്ടുള്ള ഓസെല്ലയും മാത്രമാണ് വരുന്നത്. ചിലതിനകത്താണെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ഇതിനകത്ത് ഐലെസ് വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ വിഷ്വൽ സെൻസേഷൻ സാധ്യമാകുന്ന വേറെ അഡീഷണൽ സെൻസറി സ്ട്രക്ചേഴ്സ് ഒക്കെ അവയ്ക്ക് ഉണ്ടായിരിക്കും. വിഷൻ കേപ്പബിലിറ്റീസ് ഒന്നും അഡ്വാൻറ്റേജസ് അല്ലാത്ത എൻവയോൺമെൻറ്റിലായിരിക്കും അങ്ങനെയുള്ള ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ട്രക്കിയ എന്ന് പറയുന്ന ട്യൂബുലാർ നെറ്റ്വർക്ക് ആണ്. അത് ബോഡിയുടെ ഇൻറ്റേർണൽ ആയിട്ട് എൻറ്റയർ ബോഡിക്കുള്ളിൽ റൺ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ട്രക്കിയ ഗേഷ്യസ് എക്സ്ചേഞ്ച് സാധ്യമാക്കും. എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽഫീജിയൻ ട്യൂബിൾസ് ആണ്. മിഡ്ഗട്ടും ഹൈൻഗട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ 2 പോർഷൻസ് ആണ് മിഡ്ഗട്ട്, ഹൈൻഗട്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ പർട്ടിക്കുലർ ജംഗ്ഷനിലാണ് മാൽഫീജിയൻ ട്യൂബിൾസ് എന്ന് പറയുന്ന ട്യൂബുലാർ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ ട്യൂബിൾസ് ഡയറക്റ്റ് ഹീമോലിംഫുമായിട്ട് കോണ്ടാക്റ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീമോലിംഫിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്,
ടോക്സിക് മെറ്റീരിയൽസ്, അതായത് യൂറിക് ആസിഡ് പോലെയുള്ള മെറ്റീരിയൽസിനെ ഇത് അബ്സോർബ് ചെയ്യും. പിന്നെ ഹൈൻഗട്ടിലൂടെ പാസ് ചെയ്യിച്ച് വെളിയിലൂടെ ഫീക്കൽ മാറ്ററിൻ്റെ കൂടെ റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, ഹീമോലിംഫിലുള്ള സോൾട്ട്സ്, യൂറിക് ആസിഡ്, വാട്ടർ എല്ലാം ഈ മാൽഫീജിയൻ ട്യൂബുൾസ് എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ഹൈൻഗട്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ, ഹൈൻഗട്ടിലൂടെ പാസ് ചെയ്യുമ്പോഴേക്കിന് സോൾട്ടും വാട്ടറും ഒക്കെ റീഅബ്സോർബ് ചെയ്യപ്പെടും. ഇത് ആവശ്യമുള്ളതാണ്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടോക്സിക് മെറ്റീരിയൽ യൂറിക് ആസിഡ് അത് പുറത്തേക്ക് റിലീസ്ഡ് ആവുന്നു. അപ്പോൾ മാൽഫീജിയൻ ട്യൂബിൾസ് ആണ് വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെക്ഷുവൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. മെയിൽ ഇൻഡിവിജ്വൽസും ഫീമെയിൽ ഇൻഡിവിജ്വൽസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആകാം, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആകാം. മില്ലിപിഡ്സ് പോലെയുള്ള ഓർഗാനിസത്തിൽ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് കാണുന്നത്. ഇനി ഇൻസെക്ട്സ് അതുപോലെ തന്നെ സെൻറ്റിപിഡ്സിലൊക്കെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ കാണാൻ സാധിക്കും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഉള്ള ലൈഫ് ഫോംസിൽ. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മെറ്റാമോർഫോസിസ് നോക്കുകയാണെങ്കിൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്: എഗ്, ലാർവ, ദെൻ പ്യൂപ്പ, അഡൽട്ട്. ഇവിടെ ഒരു സെൻറ്റിപിഡിൻ്റെ ലൈഫ് സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. അത് എഗ്, നിംഫ്, ദെൻ അഡൽട്ട്, ഇങ്ങനെ 3 സ്റ്റേജുകളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് 4 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ്: എഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട്. ഇങ്ങനെയുള്ള മെറ്റാമോർഫോസിസിനെ കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്നും, എഗ്, നിംഫ്, അഡൽട്ട് ഈ 3 സ്റ്റേജ്, അതായത് പ്യൂപ്പേഷൻ സ്റ്റേജ് ഇല്ലാത്ത ആ പർട്ടിക്കുലർ മെറ്റാമോർഫോസിസ് ടൈപ്പിനെ ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ 2 കാറ്റഗറിയും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഈ ഇൻസെക്ട്സിൽ തന്നെ ചിലത് കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് കാണിക്കുന്ന വെറൈറ്റീസ് ആണ്. ഇപ്പോൾ ബട്ടർഫ്ലൈ എന്ന എക്സാമ്പിളാണ്. ഇനി ഡ്രാഗൺ ഫ്ലൈസ് പോലെയുള്ള, തുമ്പികൾ പോലെയുള്ള ഓർഗാനിസം നോക്കുകയാണെങ്കിൽ അവയിൽ എഗ്, നിംഫ്, അഡൽട്ട് ഈ 3 സ്റ്റേജുകൾ മാത്രമേ കാണത്തുള്ളൂ. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റാമോർഫോസിസ് ആണ്, വിത്തൗട്ട് ദ പ്യൂപ്പൽ സ്റ്റേജ്. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. യൂണിറാമിയ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സബ്ഫൈലം പല ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചീലോപോഡ, സിംഫൈല, ഡിപ്ലോപോഡ, പോറോപോഡ, ഹെക്സാപോഡ ഓർ ഇൻസെക്റ്റ. അപ്പോൾ ഈ സെഷനിൽ ഇത്രയും ക്ലാസ്സസിനെ കുറിച്ച് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ലെങ്തി ആയിട്ട് മാറുന്നത് കൊണ്ട് ഈ സെഷനിൽ ആദ്യത്തെ 2 ക്ലാസ്സസ് ചീലോപോഡ, സിംഫൈല ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആണ് ക്ലാസ് ചീലോപോഡ. ഇതിനകത്ത് വരുന്നത് സെൻറ്റിപിഡ്സ് ആണ്. പഴുതാര എന്ന് പറയുന്ന ഓർഗാനിസമാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന ഓർഗാനിസത്തിന് സെൻറ്റിപിഡ് എന്ന് വിളിക്കാനുള്ള കാരണം 2 റൂട്ട് വേർഡ്സിൽ നിന്നാണ് ആ പർട്ടിക്കുലർ വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്റി മീൻസ് 100, ദെൻ പോഡോസ് മീൻസ് ഫുഡ്. പക്ഷേ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 100 ലെഗ്സ്, 100 പെയർഡ് ലെഗ്സ് ഒന്നും ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 15 to 190 പെയർസ് ഓഫ് ലെഗ്സ് ആണ്. ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 15 പെയർ ലെഗ്സ് ഉള്ള സെൻറ്റിപിഡ്സ് ആണ്. ഇനി ഏറ്റവും മാക്സിമം വന്നിരിക്കുന്നത് 190 പെയർസ് ഓഫ് ലെഗ്സ് ഉള്ള സെൻറ്റിപിഡ്സ് ആണ്. കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു ഫോമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിനെ കാണാൻ സാധിക്കും. ഒരു പ്രെഡേറ്ററി ആയിട്ടുള്ള ഓർഗാനിസമാണ്. പോയിസൺ ഫാങ്സ് ഉപയോഗിച്ചിട്ട് ആണ് ഇത് പ്രേയെ ക്യാപ്ചർ ചെയ്യുന്നത്. കാർണിവോറസ് ഓർഗാനിസമാണ്. എക്സാമ്പിളാണ് സ്കോളോപെൻഡ്ര എന്ന് പറയുന്ന കോമൺ ജീനസ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ജീനസ് ആണ് സ്കോളോപെൻഡ്ര. ഇതിന് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബോഡിക്ക് 2 ഡിവിഷൻസ് ആണുള്ളത്, ഹെഡും അതുപോലെ തന്നെ ട്രങ്കും. ദർ ആർ 3 പെയർസ് ഓഫ് ജോസ് ഇൻ ദ ഹെഡ് റീജിയൻ. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ട്രൈനാത്തിക് കണ്ടീഷൻ. മാൻഡിബിൾ ഒരു പെയർ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഫസ്റ്റ് മാക്സില ഒരു പെയർ, ദെൻ സെക്കൻഡ് മാക്സില ഒരു പെയർ. ഈ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ട്രൈനാത്തിക് കണ്ടീഷൻസ്. 3 pairs of jaws are there on the head region. 1 pair mandible, then 1 pair first maxilla, then 1 pair second maxilla. ഇതിന് ഫോഴ്സിപ്പിൾസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് ട്രങ്ക് സെഗ്മെന്റിൽ കാണുന്ന ഒരു
അപ്പൻഡേജ് ആണ് ഫോസിപ്പിൾ എന്ന് പറയുന്നത്. ഫോസിപ്പിൾ ഈസ് ദ അപ്പൻഡേജ് സീൻ ഓൺ ദ ഫസ്റ്റ് ട്രങ്ക് സെഗ്മെന്റ്. ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇത് വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നത്, വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഫോസിപ്പിൾസ് ആർ സപ്ലൈഡ് വിത്ത് ടെർമിനൽ പോയിസൺ ഫാങ്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രേയെ ഇതിന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിഫെൻസീവ് മോഡിലേക്ക് ആ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി ആയിട്ട് പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫോസിപ്പിൾസിൻ്റെ സിഗ്നിഫിക്കൻസ് ഡിഫെൻസിലും ഉണ്ട്, അതുപോലെ തന്നെ പ്രേ ക്യാപ്ചറിലും ഉണ്ട്. ഇനി റെസ്പിറേഷൻ ട്രക്കിയ എന്ന് പറയുന്ന ട്യൂബുലാർ നെറ്റ്വർക്ക് കൊണ്ട് തന്നെയാണ് സാധ്യമാകുന്നത്. ദെൻ എക്സ്ക്രീഷൻ മാൽഫീജിയൻ ട്യൂബിൾസ് വഴിയാണ് സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ജനറൽ ബോഡി പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2 പോർഷൻസ് ആണ് വരുന്നത്, ഹെഡും ട്രങ്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൾട്ടി സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രങ്ക് ആണ് ഈ ഓർഗാനിസത്തിന് ഉള്ളത്. ട്രങ്കിലെ ഓരോ സെഗ്മെന്റിലും ഓരോ പെയർ ലെഗ്സ് എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഹെഡ് റീജിയനിൽ ആന്റിന ഉണ്ട്, അതുപോലെ തന്നെ ആ ഹെഡ് റീജിയനിൽ ഒരു സിഫാലിക് ഷീൽഡ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഐസ് ഓസെല്ലൈ എന്ന് പറയുന്ന ഐസ് ആണ്, സിമ്പിൾ ഐസ് ആണ്, വിഷൻ വളരെ പുവർലി ഡെവലപ്ഡ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രങ്ക് അപ്പൻഡേജ് ഫോസിപ്പിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. വെനമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പക്ഷേ വലിയ ഒരു ഹെവി വെനമൊന്നും അല്ല ഇത് ഉണ്ടാക്കുന്നത്. മൈൽഡായിട്ടുള്ള ടോക്സിസിറ്റി മാത്രമേ ഉള്ളൂ ഈ പർട്ടിക്കുലർ പോയിസണസ് സബ്സ്റ്റൻസിന് ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ളു. ഇനി അടുത്താണ് ക്ലാസ് സിംഫൈല. ഇത് സെന്റിപിഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഗാർഡൻ സെന്റിപിഡ്സ് അല്ലെങ്കിൽ സൂഡോ സെന്റിപിഡ്സ് എന്നാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. സാധാരണ കോമൺ ആയിട്ടുള്ള സെന്റിപിഡ്സിന്റെ ബോഡി കളറേഷൻ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറേഷൻ ആണ്. പക്ഷേ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറേഷൻ ആണ് സിംഫൈലയിലുള്ള ഗാർഡൻ സെന്റിപിഡ്സ് അല്ലെങ്കിൽ സൂഡോ സെന്റിപിഡ്സ് കാണിക്കുന്നത്. ഏകദേശം 160 സ്പീഷീസോളം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഓൾ വിത്ത് സോഫ്റ്റ് ബോഡി. ദെൻ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ലൈക്ക് സ്കോളോപെൻഡ്ര, ഹെഡ് ആൻഡ് ട്രങ്ക്, 2 പോർഷൻസ് ആണുള്ളത്. ദെൻ ഹെഡിൽ ഒരു പെയർ ആന്റിന കാണും. പിന്നെ ട്രൈനാത്തിക് ജോസ് ആണ് വരുന്നത്, അതായത് ഒരു പെയർ മാൻഡിബിൾ ഉണ്ടായിരിക്കും. ദെൻ ഒരു പെയർ ഫസ്റ്റ് മാക്സില, ദെൻ ഒരു പെയർ സെക്കൻഡ് മാക്സില. ഇങ്ങനെയാണ് ഇതിനകത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഐസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ വിഷൻ കേപ്പബിലിറ്റീസ് ഒന്നുമില്ലാത്ത ഒരു ഓർഗാനിസമാണ് ഈ ഗാർഡൻ സെന്റിപിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂഡോ സെന്റിപിഡ് എന്ന് പറയുന്ന കാറ്റഗറി. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐയുടെ ആബ്സെൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെൻസറി ഓർഗൻ ഉണ്ട്. ആ ഓർഗന് പറയുന്ന പേരാണ് ടോംസോവേരി ഓർഗൻ, സെൻസറി ഓർഗൻ അറ്റ് ദ ബേസ് ഓഫ് ദ ആന്റിന. ആന്റിനയുടെ ബേസിൽ കാണുന്ന ഒരു സെൻസറി ഓർഗനാണ് ടോംസോവേരി ഓർഗൻ. ഇത് ഉപയോഗിച്ചിട്ട് ഇതിന് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നുള്ള സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ ആണ് സ്ക്യൂട്ടിഗറല്ല എന്ന് പറയുന്ന ഓർഗാനിസം. ഇത് കോമൺ ആയിട്ട് വരുന്ന ഗാർഡൻ സെന്റിപിഡ് അല്ലെങ്കിൽ സൂഡോ സെന്റിപിഡ് ആണ്. ഇതിനെ ഗാർഡൻ സെന്റിപിഡ് എന്ന് വിളിക്കാനുള്ള കാരണം ഇത് സാധാരണ രീതിയിൽ ഹൗസ് പ്രൊമൈസസിലുള്ള ആ ഗാർഡൻസിലൊക്കെയാണ് സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗാർഡൻ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടിനെയൊക്കെ ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഒരു പെസ്റ്റായിട്ടും കൺസിഡർ ചെയ്യാം. വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് ബോഡിയാണ്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ടർ ബോഡി കവറിംഗ് ആണ് ഈ ഓർഗാനിസത്തിന് ഉള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ ഓവറോൾ കൊടുക്കും. ലോങ് മൾട്ടി സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആൻറ്റിനയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സെഗ്മെൻറ്റ്സ് കൊണ്ടുള്ള ആൻറ്റിന കാണാൻ സാധിക്കും. ഇതിൻ്റെ ബോഡിയിൽ ട്രങ്കിൽ ദർ വിൽ ബി 12 pairs ഓഫ് ലെഗ്സ്, അത്രയും ഉണ്ടായിരിക്കും. മറ്റേ സെന്റിപിഡ്സിൻ്റെ അത്രയും ലെഗ്സ് കാണത്തില്ല. ഗാർഡൻ പ്ലാന്റ്സിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് റൂട്ട്സിലൊക്കെ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ ജനറൽ ഫീച്ചേഴ്സും യൂണിറാമിയുടെ ജനറൽ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷൻ്റെ ആദ്യത്തെ പാർട്ടുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ചീലോപോഡയും അതുപോലെ തന്നെ സിംഫൈലയും ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത സെഷനിൽ ബാക്കിയുള്ള ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യും.